ബാംഗ്ലൂരിൽ നടന്ന ഒരു കഥ. അതാണ് ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സത്യമാണ് പ്രഭു, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും ചെയ്തില്ല. You will be sentenced to executed. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത്? എന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നയാ. നിന്നെ പോലത്തെ ഒരു പ്രശ്നമാണ് എനിക്കും പറ്റിയത്. നിന്റെ പ്രശ്നം എന്താണെന്ന് ആദ്യം നീ പറ. എന്നെയും എക്സിക്യൂട്ട് ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്ന. അപ്പം നമ്മുടെ രാജാവിന്റെ ബാക്കി പകുതി സെന്റ് എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറിയാണ്. ബേക്കറി എടുത്തത് കൊണ്ടാണ് രാജാവിന് ഇപ്പൊ ഭയങ്കര ദേഷ്യം. രാജാവിന് ആ പകുതിയോളം സെന്റ് ബാക്കി രാജാവിന് തിരിച്ചു പിടിക്കണം. പക്ഷേ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റിയൊരു പവർ അല്ല ബേക്കറിക്കുള്ളത്. ബേക്കറി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുമല്ല. ബേക്കറിയാ. ബേക്കറിയോ? അതാരേ ബേക്കറി? നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാനും ബേക്കറി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ബേക്കറി ആരാണെന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? ബേക്കറിയാണ്. കൊച്ചേ, മാറിക്ക് അറിയത്തില്ലേ? രാജാവ് എഴുന്നള്ളാൻ പോവാ. എന്താ പ്രഭു? പ്രഭു ബത്രി. വിളിക്കാൻ പേടിയൊന്നുമില്ല. എടാ ബത്രി, ഇറങ്ങി വാടാ. നിങ്ങൾ ബത്രിയെ അന്വേഷിച്ച് വന്നതാണോ? അതെ, ബത്രി ഇവിടെ ഇല്ലേ? കുറച്ചു ദിവസം മുമ്പേ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാട്ടില്ല. എവിടെ പോയി? നിങ്ങൾ ബേക്കറിയാണോ അന്വേഷിക്കുന്ന മോനെ? ആണെങ്കിൽ നിങ്ങളെ നീ കാണിച്ചു തരുമോ? നിനക്ക് ബേക്കറിയെ കാണണമല്ലേ? ഇതാ പിടിച്ചു ഒരുക്കിയിട്ടില്ല ട്രാൻസ്ഫോർമേഷൻ. ബേക്കറി ഞാനാടാ ബേക്കറി. എന്നെ തപ്പാൻ വന്നവന്റെ അവന്റെ ശവം കത്തുന്നു. ഇന്നാ നീയും ചാവ്. ഇതാ വാള്, നിന്റെ നെഞ്ചിൽ കുത്തിക്കേറട്ടെ. നിങ്ങളെ പൊക്കെ ഞാൻ ഇപ്പൊ വരാം. ഇവിടെ ഒരു ചെറിയൊരു ജോലിയുണ്ട്. കത്തിച്ചു. നമ്മുടെ രാജാവിന്റെ പേര് ബേക്കറി. വാഴട്ടെ. രാജാവിന്റെ ഉടവാൾ നാളെ കൈമാറില്ലേ? പാരമ്പര്യമായിട്ട് നടക്കുന്ന ചടങ്ങല്ലേ? നാളെ കൈമാറുമായിരിക്കുമെന്നല്ല, കൈമാറും. എന്നാൽ നാളെ ഉടവാൾ കൈമാറാൻ പാടില്ല. എന്റെ തീരുമാനമാണ് ഇവിടെ വലുത്. പ്രഭു, പക്ഷെ അത് എങ്ങനെ? ഈ ചടങ്ങിൽ എങ്ങനെ മാറ്റി വെക്കാനാ? രാഘുവാരം സമയം കഴിഞ്ഞതിന് ഉടനെയാണ് ഉടവാൾ കൈമാറുന്നത്. ഈ ചടങ്ങ് എങ്ങനെ മാറ്റി വെക്കൂന്നാ പറയുന്നേ? ഈ നാട് പണ്ടത്തെ നാടല്ല, ഇത് പുതിയ നാടാണ്. കള്ളവും ചതിയും നിറഞ്ഞ നാട്. അതുപോലെ നമ്മൾ കള്ളവും ചതിയും കാണിക്കണം. ഇതെന്റെ നാട്. നാളെയാണപ്പോൾ രാജാവ് പദ്ധതി മാറാൻ വേണ്ടി പോകുന്ന ദിനം. നാളെ ഉടവാൾ കൈമാറാൻ പാടില്ല എന്നും രാജാവ് പദ്ധതി കൈമാറാൻ പാടില്ല അതുമാണ് അയാൾ പറഞ്ഞത് പ്രഭു. ആര്? കേണ്ടൽ മഹാരാജാവ്. ബത്രി ഉണ്ടെങ്കിൽ ഇതിന് നടക്കൂ. നിങ്ങൾ പോയി ബത്രിയെ കണ്ടുപിടിക്കുക, ഏത് രാത്രിയായാലും. എന്റെ പൊന്നു ബത്രി, ഞാൻ മലയാളിയാണ്. നിങ്ങൾ ഈ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല. ദയവ് ചെയ്ത് എൻ്റെ കൂടെ ഒന്ന് കേരളയിലേക്ക് വാ.
നമുക്ക് അവിടെ രാജാവിൻ്റെ കിരീട പദ്ധതി ഒന്നും നടക്കുന്നില്ല. അത് മുടക്കാനായിട്ടാണ് കേണ്ടൽ മഹാരാജാവ് ഇരിക്കുന്നത്. ദയവ് ചെയ്തൊന്ന് വരണം. നീ അവിടെ നിന്ന് മാറൂ. ഇത് നിനക്ക് വേണ്ടി കേണ്ടൽ മഹാരാജാവ് കരുതി കൂട്ടി ചെയ്തതാണ്. ഞാൻ നിന്നോടൊപ്പം വരാം. വളരെ നന്ദിയുണ്ട് ബെത്രി, വളരെ നന്ദിയുണ്ട്, വളരെ അധികം നന്ദിയുണ്ട്. നിങ്ങളാണല്ലേ നാടിനെ കാക്കുന്ന ബെത്രി? അതെ, ഞാനാണ്. ഒരു തടസ്സവുമില്ലാതെ നാളെ കിരീടം മാറ്റി വെക്കണം. നിങ്ങൾ കിരീടം മാറ്റിവെക്കൽ ചടങ്ങ് നടക്കുന്ന സമയം ആ മഹാരാജാവിനെ കയറ്റാൻ പാടില്ല. നമ്മളുടെ തിരുവിതാംകൂർ കൊട്ടാരവും തിരുവിതാംകൂറും ഭരിക്കാൻ വേണ്ടി പോകുന്ന പുതിയ രാജാവാണ് അങ്കിത് മഹാരാജാവ്. കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കൂ. അങ്കിത്, 2 വാക്കുകൾ പറയൂ ജനങ്ങളുടെ അടുത്ത്. അങ്കിത്, എന്തെങ്കിലും സംസാരിക്കൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് നൃത്തം കളിക്കാനല്ല പറഞ്ഞത്, സംസാരിക്കൂ ജനങ്ങളുടെ അടുത്ത്. എന്റെ പേര് അങ്കിത്ത്. ഭാവിയിലും ഇപ്പോഴും ഭരിക്കാൻ വേണ്ടി പോകുന്ന രാജാവ്. പുതിയ തലമുറകളാവുന്ന ആൾക്കാർക്ക് എന്നെ വിളിക്കാം അങ്കിത്ത് സാറെന്ന്. ഞാൻ എന്തിനാണ് രാജാവായത്? നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ. I'm here. എന്റെ കിരീടം എനിക്കുള്ളതാ. കേണ്ടൽ മഹാരാജാവിന് കിരീടം ഞാൻ സമർപ്പിക്കും. നേരു ബെത്രി. നിനക്ക് കണ്ണളെ അറിയത്തില്ലല്ലോ. എടാ, ഞാനാടാ ബെത്രി. പണ്ടത്തെ തിരുവിതാംകൂർ രാജാവായി ഭരിച്ചിട്ടുണ്ട്. എന്റെ തലയിൽ നിന്ന് കിരീടമെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്നെടുത്തിട്ട് പോടാ കേണ്ടൽ മഹാരാജാവിന്റെ സർപ്രൈസ്. ഡാ ബെത്രി, കിരീടം പോയി. നീ ഇപ്പൊ എന്ത് ചെയ്യും? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേടാ പ്രൊട്ടക്ട് ചെയ്യാൻ. കേണ്ടൽ രാജാവ് കിരീടം എടുത്തോണ്ട് പോയെങ്കിൽ ഇങ്ങനെ കിരീടം എടുത്തോണ്ട് പോയോ, അങ്ങനെ തന്നെ കിരീടം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. എന്റെ വാക്ക് കൊണ്ടുവരൂന്നല്ല, കൊണ്ടവൻ വരും. എന്തൊരു മനോഹരമാടാ ഈ ഭൂമി, എന്തൊരു മനോഹരം. അടിമകളുടെ രാജാവാണ് ഞാൻ. കേണ്ടൽ വരെ വിറയ്ക്കുന്നത് എന്റെ പേരില. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. അത് തടുക്കാൻ ആരുണ്ടെങ്കിലും ശരി, അവരെ ഞാൻ തീർക്കും. ഞാൻ തീർത്തില്ലെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി, ആ ജോലി, അത് നിനക്കാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ മരിച്ചു പോയാൽ നീയാണ് റഹാൻ അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. As your wish, I'll do whatever you want. ആദ്യം നീ നോക്കേണ്ടത് ബെത്രിയും കൂട്ടരെയുമാണ്. കിരീടം എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് ഇനിയും എന്റെ കൂടെ അവൻ ഡെയിലി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്റെ റൂട്ടീൻ ഫോളോ ചെയ്ത് അവൻ അത് നോക്കും. അതിന്റെ ഓപ്പർച്യൂണിറ്റിയും ഞാൻ നിനക്കാ തന്നിരിക്കുന്നത്, കേട്ടോ? സർ, ഐ നോ ഹൗ ടു സ്പീക്ക് മലയാളം. ഞാൻ അവനെ തീർത്തോളാം സാറേ. അവസാനമായിട്ട് എൻ്റെ ഈ പൊസിഷൻ പോകുന്നതിന് മുമ്പേ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്. ഈ കൊട്ടാരത്തിൽ നീ മാത്രമല്ലാതെ എൻ്റെ മന്ത്രി പോലും ആരും എനിക്ക് ആ ആഗ്രഹം സാധിച്ചു തരത്തില്ല. നിന്നെ കൊണ്ട് പറ്റുമോ അത് സാധിച്ചു തരാൻ? പറയൂ പ്രഭു, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. എന്തായാലും പ്രഭു പറയണോണ്ട് ഞാനത് ചെയ്തിരിക്കും. എന്താ വേണ്ട പ്രഭു, പറയൂ. എനിക്ക് ബെത്രിയെ കാണണം. പ്രഭു, അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ എങ്ങനെ കിരീടം അതുപോലെ തന്നെ ഞാൻ തിരിച്ചു തന്നാ പോരെ പ്രഭു? വേണ്ട, അവനെ കൊന്നെടുക്കണം. ബെത്രിയുള്ളപ്പം പ്രഭു അതാലോചിച്ച് പേടിക്കണ്ട. ഞാനും വരും ബെത്രിയുടെ കൂടെ. എനിക്കും കൂടി ഭാവിയിൽ അവകാശപ്പെട്ട കിരീടമാണത്. ഞാനും വരും ബെത്രി നിന്റെ കൂടെ. ആരൊക്കെയാ ഇത്?
ബേക്കറിയും അക്ഷരയോ എന്താ ഇവിടെ? വാ ഇരിക്ക്, സംഭാരം എടുക്കാം. എനിക്ക് നിന്റെ സംഭാരോ ഒരു വേണ്ടടാ. സംസാരിക്കുമ്പോൾ നീ സൂക്ഷിച്ച് സംസാരിക്കണം. നിൽക്കുന്നത് ഭയങ്കര ടെററിസ്റ്റ് മാഫിയായി തോന്നാൻ ഞാനാ. ബെറ്ററി ഇറങ്ങി പോരാ. ബെറ്ററി കിരീടം തരാതെ ഞങ്ങള് പൂവത്തിലടാ ടെററിസ്റ്റ് മാഫിയ. Rehan, as usual, do whatever you want. കിരീടം എടുത്തിട്ടേ ബെത്രി പൂവത്തുള്ളൂ. ബെത്രിയെ Sir, I can't find Betri here. Sir, beware. I think he's spying on you. Beware, sir, beware. Not all clear. I have killed Akshita, so you can peacefully sleep today. And Betri will also die today. Sir, beware. He's not here. He might be spying on you, sir. Beware of it. Okay. അക്ഷര വരച്ചല്ലോ, എനിക്ക് അത് മതി. ബെത്രി ഇന്ന് എന്റെ കൈ കൊണ്ട് മരിക്കും. മരിക്കും. ഒരാളെ കൊല്ലും എന്ന് പറയുന്ന ആ കോൺഫിഡൻസ്, അത് ഈ ലോകത്ത് ഒരാൾക്കും പാടില്ല. കാര്യം എന്താ? ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് തന്നെ മരണത്തിലേക്ക് കുതിക്കും. അതറിയാത്ത ചില പേര് ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ആരാന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണ്ടല്ലോ. എന്താണ് നിനക്ക് ജോണിയാണോ? പറ്റുമെങ്കിൽ കിരീടം എടുത്തോണ്ട് പോടാ. ഒരാളാണെങ്കിൽ കിരീടം എടുത്തോണ്ട് പോടാ. നീ ആളാണെങ്കിൽ നീ ഇതിന് രക്ഷപ്പെട്ട് കാണിക്കടാ. നീ അങ്കിത്, ഇത് സാറിന് കൊടുക്കണം. സാറിന് കൊടുക്കും. തരാനായിട്ട് പറഞ്ഞു സാറിൻ്റെ. അഭിമാന നിമിഷമായത്. അഭിമാന നിമിഷം. അല്ല, എന്നിട്ട് ബെത്രി എവിടെ പോയി? ഈ അഭിമാന നിമിഷത്തിൽ അവൻ കൂടി ഒരു ഭാഗമാണെന്ന് അറിഞ്ഞിട്ട് ബെത്രി എവിടെ പോയി? പ്രഭു തന്നെ വായിച്ചോ ഇത്? ഞാൻ വായിച്ചു.